എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ്. ഞാൻ ഓക്കെയാണ്. വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞെന്നേ ഉള്ളൂ. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം കുറച്ച് എന്നെപ്പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ പോവും. ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വരെ വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. അത്രേ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടുകാരോടൊപ്പം നിൽക്കുക. ഓരോരോ ന്യൂസുകളൊക്കെ ഇനി വരാം. പറ്റിയ വരാമെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ് കേട്ടാ. ആരും ഇതാവണ്ട. അപ്പൊ കിച്ചു വീണ്ടും ഒരു ലൈവുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലെ രാത്രിയിൽ എന്തോ ആണ് കിച്ചു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ കിച്ചുവിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിംഗിലായിരുന്നു. കാരണം കിച്ചുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഇപ്പം നമ്മളിടുന്ന വീഡിയോയുടെ കമൻസ് എടുത്ത് നോക്കിയാലും മനസ്സിലാകും. ഒത്തിരി പേരാണ് കിച്ചുവിന് ഇനി എന്തെങ്കിലും സംഭവിച്ചോ, കിച്ചുവിന് എന്തായിരിക്കും ഇങ്ങനെ വെളിപ്പെടുത്തൽ നടത്തിയത് കൊണ്ട് അതിനെ എന്തെങ്കിലും ബാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്ക ഒരുപാട് പേർക്കുണ്ട്. ഏറ്റവും കൂടുതൽ അമ്മമാരാണ്. അപ്പോൾ ഒത്തിരി പേര് കിച്ചുവിന് സപ്പോർട്ടുമായിട്ടും കിച്ചുവിൻ്റെ കാര്യത്തിൽ ആശങ്കയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു ചെറിയൊരു ലൈവാണ്. അപ്പോൾ ലൈവ് വന്നിട്ടുണ്ട് കിച്ചു ഓക്കെ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ തരാൻ പറ്റുന്നില്ല എങ്കിലും ഇങ്ങനൊരു ലൈവ് തരുമ്പോൾ എല്ലാവർക്കുമുള്ള റിപ്ലൈ ആകുമല്ലോ. അത് മാത്രമല്ല, കിച്ചു ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ കിച്ചുവിന് പല ആരോപണങ്ങളും നേരിടേണ്ടി വന്നേക്കാം. നീ ഏതെങ്കിലും ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പോലും ഇവർ പറഞ്ഞുണ്ടാക്കും എന്ന് കിച്ചു എടുത്ത് പറയുന്നുണ്ട്. അത് കിച്ചു പറയാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഏതൊക്കെ രീതിയിൽ ആ കൊച്ചിനെ ആക്രമിക്കാം, ഏതൊക്കെ രീതിയിൽ ആ കൊച്ചിനെ തകർക്കാൻ ശ്രമിക്കും, അതിൻ്റെ ഒരു ഇത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണാനുണ്ട് കേട്ടോ. എത്രയധികം ആൾക്കാരാണ് ഈ സ്ത്രീയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തും ഈ കിച്ചു എന്ന് പറയുന്ന കുട്ടിയെ ഇത്രയധികം കുറ്റപ്പെടുത്തിയും വരുന്നത്. ഈ വരുന്നവരുടെയൊക്കെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ, പാസ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ആൾക്കാരൊക്കെയാണ്. ജാസി, ശ്രീലക്ഷ്മി, മറ്റേന്താ ദിയാസന, എല്ലാവരുടെയും കയ്യിലുണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ളവരാണ് വന്ന് കിച്ചുവിനെ ഇങ്ങനെ കുറ്റം പറയുന്നതും ആ സ്ത്രീയെ ഇത്ര അധികം സപ്പോർട്ട് ചെയ്യുന്നതും. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്നതിലൊന്നും നമുക്ക് യാതൊരു എതിർപ്പില്ല. പക്ഷേ അതിനോടൊപ്പം എന്തിന് ഈ കുട്ടിയെ ക്രൂശിക്കുന്നു? അത് മാത്രമാണ് നമ്മുടെ ചോദ്യം. അവരെ സപ്പോർട്ട് ചെയ്തോളൂ. അവരെ ഇഷ്ടപ്പെടുന്നവർ, അവരുടെ ഈ പ്രവർത്തികൾ, അവരുടെ ഈ രീതികളെ ഇഷ്ടപ്പെടുന്നവർ അവരെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ അതിന് വേണ്ടിയിട്ട് കിച്ചു എന്ന് പറയുന്ന കുട്ടിയെ തകർക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത്? അപ്പം നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവർ നാട്ടിലെത്തി. ഇന്നെത്തുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നാട്ടിലെത്തിയതിന് ശേഷം ഇതിൻ്റെ ഒരു വിശദീകരണമൊക്കെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. ഏതോ പ്രമുഖ ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ടെന്നും അപ്പോൾ ഇതിനെ ചൊല്ലിയൊക്കെ എന്തൊക്കെയോ വരാനുണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ട് വെയിറ്റിങ്ങിൽ തന്നെയാണ്. അപ്പോഴാണ് കിച്ചുവിൻ്റെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിച്ചു മോനെ, നീ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എങ്ങാനും കാണുവാണെങ്കിൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, പതറാതെ തളരാതെ ധൈര്യത്തോടെ നീ നിൽക്കുക. ഇത് മാത്രമല്ല, കുറച്ചും കൂടി ബോൾഡായിട്ട് മീഡിയയ്ക്ക് മുന്നിൽ സംസാരിക്കണം. പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി നമ്മൾ പറയാൻ ധൈര്യം കാണിക്കണം. ഇനി കിച്ചു ഒരു മീഡിയയ്ക്ക് മുന്നിൽ വരികയാണെങ്കിൽ കിച്ചു ഒറ്റയ്ക്കായിരിക്കരുതും. കൊല്ലം സുധിയുടെ അമ്മയും, അതായത് കിച്ചുവിൻ്റെ അച്ഛമ്മയും ജ്യേഷ്ഠനും വലിയച്ഛനും എല്ലാവരും കൂടി ഫാമിലിയായിട്ട് ഒരു തുറന്നു പറച്ചിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്നും മോനെ വിമുക്തനാക്കാനായിട്ട് അത് സഹായിക്കും. കാരണം ഇങ്ങനെ പറയാനായിട്ട് വേറൊന്നുമല്ല, ഈ ഒരു പ്രശ്നം അങ്ങനെയൊന്നും വരാതെ തീരട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ വേറൊന്നുമല്ല, ഇവിടെ ഒരു കൂട്ടം ആൾക്കാർ അവരെ വെളുപ്പിക്കാനും കിച്ചു എന്ന് പറയുന്ന കുട്ടിയെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്. ഇനി അവർ നാട്ടിലെത്തി കുടുംബവുമായിട്ട് സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിൽ പോകാനാണ് എങ്കിൽ അതും ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഇത്രയധികം ആൾക്കാരെ കൊണ്ട്, അവർ PR കൊണ്ട് ഇതൊക്കെ അവരുടെ കളികളാണ്. 100% അവരുടെ കളികളാണ്. ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇപ്പോൾ ഈ വരുന്ന വീഡിയോയ്ക്കൊക്കെ പിന്നിൽ അവർ തന്നെയാണ്. അതെല്ലാം എടുത്ത് അവരുടെ ടൈം ലൈനിൽ ഇടുന്നുണ്ട്. ദിയാസനയുടെ ഇട്ടിട്ടുണ്ട്. ആരൊക്കെ അവരെ അനുകൂലിച്ച് പറയുന്നു, ആരൊക്കെ സുധിയെ മോശക്കാരനാക്കി പറയുന്നു, ആരൊക്കെ കിച്ചുവിനെ മോശക്കാരനാക്കി പറയുന്നു, ഈ വീഡിയോകളെല്ലാം ഇവരെടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇവരുടെ ഉള്ളിലിരിപ്പ്, ഇവരുടെ മനസ്സ്, എന്താണ് ഇവരുടെ ഒരു ചിന്താഗതി. ഇതൊക്കെ അവർക്ക് പുറമെ എല്ലാവരുടെ മുന്നിൽ നല്ല ഒരു ക്ലീൻ ഇമേജ് കിട്ടണം. അതാണ് അവരുടെ ഉദ്ദേശം. അതിന് മുന്നിൽ സുധി ചീത്തക്കാരനാണെന്ന് പറയുന്നതിലോ കിച്ചു ചീത്തക്കാരനാണെന്ന് പറയുന്നതിലോ അവർക്ക് പ്രോബ്ലം ഇല്ല. അവരുടെ ഇമേജ്
ക്ലീൻ. കാരണം ഇപ്പം കിട്ടുന്ന സിമ്പതിയും വിധവ എന്നുള്ള ആ ഒരു പേരും സുധിയുടെ വൈഫ് എന്നുള്ള ഒരു പേരും അതൊക്കെ അവർക്ക് നിലനിർത്തണം. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ എന്തായാലും ഇനിയും ഇവർ കിച്ചുവിനെ ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ കിച്ചു ഫാമിലി ഒത്ത് ഒരു ലൈവിൽ വരിക, എന്നിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുക, എല്ലാവരും കൂടി ചേർന്നിട്ട് കിച്ചുവിനൊപ്പം നിന്നുകൊണ്ട് കിച്ചു പറയുമ്പോഴല്ലേ കിച്ചു കഞ്ചാവ് അടിച്ചിട്ട് പറയുന്നു അല്ലെങ്കിൽ അത് മദ്യത്തിൽ പറയുന്നു എന്നൊക്കെ ആരോപിക്കുന്നത്. ഫാമിലി ഉണ്ടെങ്കിൽ ആരും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കത്തില്ലല്ലോ. കാരണം ഏറ്റവും കൂടുതൽ ഫേസ്ബുക്കിലാണ് കേട്ടോ. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടാണ് കമൻറ്റ്സ് വരുന്നത്. പക്ഷേ ഫേസ്ബുക്കിൽ അത് കൂടുതലും നമുക്കറിയാം, വ്യക്തമായിട്ടറിയാം ഇവളുടെ PR-കളാണ്. ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ പെട്ടെന്ന് തന്നെയാണ് ഈയാമ്പാറ്റകൾ പറന്ന് വരുന്നത് പോലെ ഇവറ്റകൾ വരുന്നത്. വന്നിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന നമ്മളെ തെറി പറയുക, ഇപ്പോൾ കിച്ചുവിൻ്റെ മാറ്ററാണ് കിച്ചുവിനെ തെറി പറയുക, കഞ്ചാവ് അടിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയുക, എന്നിട്ട് ഈ സ്ത്രീയെ വെള്ള പൂശുക. ഈ സ്ത്രീ കാണിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, ഇവർ കാണിക്കുന്നതൊക്കെ നല്ലതാണ്. ഈ ബാറിലൊക്കെ പോയി ഈ കള്ളുകുടിയന്മാരുടെ ആഭാസന്മാരുടെ ഒക്കെ മുന്നിൽ നിന്ന് നൃത്തം ചെയ്യുന്നത് കുടുംബം നോക്കാനല്ലേ, മക്കളെ വളർത്താനല്ലേ. അത്രയ്ക്ക് വലിയ ഗതികേട് ഈ സ്ത്രീക്ക് ഇന്ന് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുൻപായിരുന്നെങ്കിൽ മറ്റൊരു സ്ത്രീക്കും കിട്ടാത്ത, ഒരു വിധവയ്ക്കും കിട്ടാത്ത, ഒരാൾക്കും കിട്ടാത്ത സഹായങ്ങൾ പല സ്ഥലത്തുനിന്നും കിട്ടിയൊരു സ്ത്രീയാണ് ഇവർ. ഇവർക്ക് ജോലി വേണേ ജോലി കൊടുക്കാം, ഇവർക്ക് വീട് വെച്ച് കൊടുത്തു, സ്ഥലം കൊടുത്തു, അങ്ങനെ പല ആൾക്കാരും സഹായം ചെയ്തിട്ടുണ്ട്. അത്രയധികം സഹായങ്ങൾ കിട്ടിയ ഒരു വ്യക്തിക്ക് ഒരു ബാറിൽ പോയി ആഭാസന്മാരുടെ മുന്നിൽ നിന്ന് നൃത്തം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മറിച്ച് ആരും സഹായിക്കാനില്ല, ആരും താങ്ങാനില്ലാത്തൊരു സ്ത്രീയാണ് ചിലപ്പോൾ ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ആയിരിക്കും അവരങ്ങനെയൊക്കെ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല, പണം വന്നു കഴിഞ്ഞപ്പോഴാണ് കൂടുതൽ ഇവർ ഈ ഒരു രീതി തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണോ എന്ന് ചോദിക്കുന്നവരെക്കൊണ്ട് തെറ്റല്ല, നല്ല കാര്യം തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഓപ്ഷൻ കൊണ്ടുവന്നത് തന്നെ അതിൽ നിന്നൊരു ഏണിങ്സും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സ്ത്രീകൾ അത് ദുരുപയോഗം ചെയ്തു. സ്ത്രീകൾ എന്താണ് ചെയ്തത്? ഈ സബ്സ്ക്രിപ്ഷനിൽ കയറിയിട്ട് ശരീരഭാഗങ്ങൾ തുറന്നു കാട്ടി ഒരുപാട് ആൾക്കാരെ മെമ്പർഷിപ്പ് എടുപ്പിക്കുക, ഒരുപാട് ആൾക്കാർ അതിലേക്ക് സബ്സ്ക്രിപ്ഷൻ വഴി വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു കൂട്ടുന്നു. ഈ പൈസ മേടിച്ചിട്ട് ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനോട് നല്ല അഭിപ്രായം പറയാൻ എനിക്കറിയത്തില്ല. അത് നല്ലതാണെന്ന് ഞാൻ ഒട്ടും പറയത്തുമില്ല. ഈ പറയുന്നവർ അങ്ങനെ തന്നെ ചെയ്തോ. ഈ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഭാര്യയെ കൊണ്ട് ഒരു സബ്സ്ക്രിപ്ഷൻ എടുപ്പിച്ചിട്ട് ഭാര്യയുടെ ശരീരഭാഗങ്ങൾ കാണിച്ചിട്ട് അങ്ങ് ചുമ്മാതിരുന്ന് ജീവിച്ച് കാണിക്കുക. അല്ലെങ്കിൽ പെമ്മക്കളുണ്ടെങ്കിൽ പെമ്മക്കളെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അവരുടെ സബ്സ്ക്രിപ്ഷൻ വഴിയിട്ട് ശരീരം കാണിച്ച് കിട്ടുന്ന ആ കാശ് കൊണ്ട് നിങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുമോ? ഒരിക്കലുമില്ല. അഭിമാനമുള്ളവർ ചെയ്യത്തില്ല. അങ്ങനെ അതില്ലാത്തവരാണ് ഈ സ്ത്രീയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതെന്തോ ആയിക്കോട്ടെ. അപ്പം നമ്മുടെ വിഷയം അതൊന്നുമല്ല, കിച്ചുവാണ്. കിച്ചുവിന് പൂർണ്ണ പിന്തുണ നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവും. കാരണം ഇവിടെ ചേർത്ത് നിർത്തപ്പെടേണ്ടത് കിച്ചുവിനെയാണ്. എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു ഹെൽപ്പ് വേണ്ടത് കിച്ചുവിനാണ്, അല്ലാതെ ആ സ്ത്രീക്കല്ല. സുധിയുടെ മകൻ, സുധിയുടെ പേരിന് അവകാശി കിച്ചുവാണ്. അപ്പം ആ കിച്ചുവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. നീ അവിടുന്ന് ഇവിടുന്ന് വലിഞ്ഞു കയറി വന്നവനല്ല, നീ കൊല്ലം സുധിയുടെ മകനാണ്. അപ്പം എന്തുകൊണ്ടും അവകാശി നീ തന്നെയാണ്. കൊല്ലം സുധി എന്നുള്ള പേരിന് അവകാശി നീ തന്നെയാണ്. അപ്പം നീ ഈ കൊല്ലം സുധിയുടെ മകൻ എന്ന പേരിൽ തന്നെ നീ ഈ ഒരു യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. നല്ല നല്ല വീഡിയോസ് ഇട്ടും നല്ല കണ്ടൻറ്റുകൾ ഇട്ടും നീ ആ ഒരു യൂട്യൂബ് ചാനൽ മെച്ചപ്പെടുത്തി എടുക്കുക. അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നത് കൊണ്ട് നിൻ്റെ ഭാവി കാര്യങ്ങൾ പഠിക്കാനായിക്കോട്ടെ, അങ്ങനെ എന്ത് കാര്യങ്ങൾക്കും വിനിയോഗിക്കുക. നിന്നെ സ്നേഹിക്കുന്നവർ, കൊല്ലം സുധിയെ സ്നേഹിക്കുന്നവർ നിന്നെ സപ്പോർട്ട് ചെയ്യും, പൂർണ്ണ പിന്തുണ തരും. പിന്നെ കുറച്ച് PR-കളും കുറച്ച് അലവലാദികളും വാലാട്ടികളും വന്ന് എന്തെങ്കിലുമൊക്കെ ബാഡ് കമൻ്റ് ഇട്ടാൽ നമ്മളത് മൈൻഡേ ചെയ്യണ്ട. അപ്പം കിച്ചുവിന് ഈ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും നീ ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റായിട്ട് പറയുക. അതുപോലെ തന്നെ ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.